വേനൽ കഠിനമായതോടെ പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി. എന്നാൽ ചെറിയ ജലസ്രോതസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നികത്തുന്നതും മണ്ണ് കടത്തും വ്യാപകമാണ്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന നഗരമായ പുനലൂരിൽ നികത്തിലും മണ്ണ് കടത്തും തകൃതിയാണ്. ചെമ്മന്തൂർ കോളേജ് വാർഡ് 10 ഏക്കർ തുടങ്ങി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലാണ് മണ്ണ് കടത്തി നിലം നികത്ത് നടത്തുന്നത്. നിലം നികത്തുന്നതിനാൽ ജലത്തിന്റെ ലഭ്യത കുറവ് ഇനിയും വർദ്ധിക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. ജില്ലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് പുനലൂർ. സംസ്ഥാനത്തെ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നതും പുനലൂരിലാണ്. രാപ്പകൽ ഭേദമന്യേ ലോഡ് കണക്കിന് മണ്ണാണ് ഈ പ്രദേശങ്ങളിൽ നിന്നും കടത്തുന്നത്. ജലസ്രോതസ്സുകളിൽ മണ്ണിട്ട് നിലനിർത്തുന്നതിനാൽ കുടിവെള്ളം ലഭ്യമാകാനുള്ള സൗകര്യവും കുറഞ്ഞു വരികയാണ്. മണ്ണെടുപ്പിന് പിന്നിൽ ചില ഭൂമാഫിയകളും വ്യാപാര പ്രമുഖരുമുണ്ടെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പരാതിയെ തുടർന്ന് മണ്ണുമാന്തി മെഷീനും ലോറിയും ചടങ്ങിന് വേണ്ടി മാത്രം പോലീസ് പിടിച്ചെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്യുന്നു. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലുകളും ഉള്ളതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ രാപ്പകൽ വ്യത്യാസമില്ലാതെ മണ്ണെടുപ്പിനെതിരെ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ വേനൽ കഠിനമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.